ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 30. തിരുമേനി പൂജയിലാണ്, നിങ്ങൾ അകത്തേക്ക് കയറിയിരുന്നോളൂ. മേൽപ്പത്തൂർ മനയിലെ കാര്യസ്ഥൻ വന്നു പറഞ്ഞതും കൃഷ്ണൻ നായർ കൂടെ വന്നിയ ലക്ഷ്മിയെ ഒന്ന് നോക്കിയിട്ട് ഉമ്മറത്തേക്ക് കയറി. പിന്നാലെ തന്നെ അവരും. ഉമ്മറത്തിണ്ണയിൽ കെട്ടിയിട്ടിരിക്കുന്ന സോപാനപ്പടികളിൽ തിരുമേനിയെ കാണാനായി ഒരുപാട് പേര് കാത്തിരിക്കുന്നത് കണ്ടു. അത്രമേൽ വിശ്വാസത്തോടെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നവർ. ലക്ഷ്മിയെയും കൂട്ടി അയാൾ ഒഴിഞ്ഞു കിടന്ന സോപാനപ്പടിയുടെ ഒരു വശത്തേക്ക് ചെന്നിരുന്നു. വലിയ മനയാണ്, വർഷങ്ങളോളം പഴക്കമുള്ളതെങ്കിലും ഇപ്പോഴും പുതുമയുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അതിൻ്റെ നിർമ്മാണ രീതികൾ. മുൻവശത്തെ പടിപ്പുരയ്ക്കും മനയ്ക്കും നടുവിലുള്ള വലിയ മുറ്റത്ത് പലതരത്തിലുള്ള ഔഷധച്ചെടികളും സസ്യങ്ങളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആയുർവേദ ചികിത്സയിലും വിഷചികിത്സയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള കുടുംബമായതിനാൽ പല ദേശങ്ങളിൽ നിന്നും രോഗികൾ മനയിലേക്ക് വരുന്നത് പതിവായിരുന്നു. മാറാവ്യാധികൾ പലതും മേൽപ്പത്തൂർ മനയ്ക്കലെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരുമാനി ജ്യോതിഷാലയത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അവിടുത്തെ കാര്യസ്ഥന്മാരിൽ ഒരാൾ പറയുന്നത് കേട്ടു. കാണുവാനായി കാത്തിരിക്കുന്നവരിൽ ആദ്യം വന്നവരെ ഓരോരുത്തരായി അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ അവരുടെ ചുണ്ടിൽ തെളിയുന്ന പുഞ്ചിരി അതൊന്നു മാത്രമായിരുന്നു മേൽപ്പത്തൂർ തിരുമേനി ജനങ്ങളിൽ എത്ര സ്വാധീനം ചെലുത്തി എന്നതിനുള്ള തെളിവ്. നിമിഷങ്ങൾ കടന്നുപോയി. മേൽപ്പത്തൂരിനെ നേരിട്ട് പരിചയമുള്ളതിനാൽ കൃഷ്ണൻ നായർ തലേ ദിവസം തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുന്ന കാര്യം അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് അവർക്ക് അകത്തേക്ക് കയറുവാനും സാധിച്ചു. ഉമ്മറത്തു നിന്നും അകത്തെ വലിയ മുറിയിലേക്കാണ് അവർ ആദ്യം ചെന്നത്. പഴയ രീതിയിൽ പണിത എട്ടുകെട്ടിൻ്റെ നടുമുറ്റവും അതിനുള്ളിലെ തുളസിത്തറയും അവിടെ നിന്നാൽ കാണാൻ പാകത്തിലുള്ളവയായിരുന്നു. അകത്തേക്ക് ചെന്നോളൂ, വിളിക്കുന്നുണ്ട്. തിരുമേനിയുടെ ശിഷ്യനെന്ന് തോന്നിക്കുന്ന ഒരാൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ക്ഷണിച്ചു. വലിയ ഉരുളൻ തൂണുകൾക്ക് പിന്നിലായി കാണുന്ന അറ പോലെയുള്ളൊരു വലിയ തടി കൊണ്ട് നിർമ്മിച്ച മുറിയിലേക്ക് അവർ പതിയെ പടികളിറങ്ങി. അറയുടെ അവിടെയും ഇവിടെയുമായി സ്ഥാപിച്ചിരിക്കുന്ന കുത്തുവിളക്കുകളിൽ നിന്നുമുള്ള പ്രകാശമൊഴിച്ചാൽ അവിടെയെങ്ങും വൈദ്യുതിയുടെ വെട്ടം കാണുവാനായി സാധിച്ചില്ല. കൃഷ്ണൻ്റെ പിന്നിലായി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഉത്കണ്ഠ ലക്ഷ്മിയെ പിടികൂടിയിരുന്നു. വിറയ്ക്കുന്ന കാലടികളുടെ കൈകൂപ്പിക്കൊണ്ട് അവർ മുന്നോട്ടേക്ക് നടന്നു. അപ്പോൾ അവർ കണ്ടു, ചുവന്ന പട്ടു ചുറ്റിയ ദേവി വിഗ്രഹത്തിന് മുൻപിൽ തികച്ചും സ്വാത്വിക ഭാവത്തോടുകൂടി ഇരിക്കുന്ന സാക്ഷാൽ മേൽപ്പത്തൂർ മനയിലെ ശ്രീ പത്മനാഭസ്വാമി അവർകളെ. വെളുത്തു മെലിഞ്ഞ ഐശ്വര്യത്തോടു കൂടിയ ഒരാൾ. അദ്ദേഹത്തിൻ്റെ തലമുടിക്ക് പോലും വെള്ളി നിറമായിരുന്നു. നെറ്റിയിൽ ചന്ദനക്കുറിയും അതിനു മുകളിൽ ദേവിയുടെ സിന്ദൂരവും തൊട്ടിട്ടുണ്ട്. ഒരു വെള്ളമുണ്ടും തോളിൽ കൂടി അലസമായി ഇട്ടിരുന്ന വേഷ്ടിയുമാണ് വേഷം. പൂണൂല് ചുറ്റിക്കിടക്കുന്ന ദേഹത്ത് സ്വർണത്തിൽ കെട്ടിയ ഒരു രുദ്രാക്ഷമാല അദ്ദേഹത്തിൻ്റെ പ്രൗഢിയെ എടുത്തു കാട്ടി. നിലവിളക്കിൻ്റെ ദീപ്തജ്യോതിയിൽ സർവമംഗള മാംഗല്യായ സർവാഭരണ വിഭൂഷിതയായ മേൽപ്പത്തൂർ ദേവി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുവാനായി പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ദേവിയെ തൊഴുതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. അവരെ കണ്ടപ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് എതിരായിട്ടിരിക്കുന്ന ഒരു തഴമ്പായ ചൂണ്ടിക്കാട്ടി തിരുമേനി നിർദ്ദേശിച്ചു. ഭക്തവത്സലയായ അമ്മയെ ഒന്ന് മനസ്സ് നിറഞ്ഞു തൊഴുതിട്ട് അവരിരുവരും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിടത്തായി ഇരിപ്പുറപ്പിച്ചു. എന്താ കൃഷ്ണൻ നായരെ, വന്നു പോയിട്ട് 2 ആഴ്ച പോലും ആയില്ലല്ലോ? തിരുമേനി വളരെ ശാന്തനായി ചോദിച്ചു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സദാ വിരിയുന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയല്ല തിരുമേനി, ലക്ഷ്മിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. അയാൾ തൊഴുതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു. എന്താണ് ലക്ഷ്മി, എന്ത് സങ്കടമുണ്ടെങ്കിലും ആ ആദിപരാശക്തിയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. തിരുമേനി മുൻപിലിരിക്കുന്ന കവടി ഒരു കൈ നിറയെ എടുത്ത് നെഞ്ചിന് മുകളിലായി വെച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു. ശേഷം അത് കളത്തിലേക്ക് ഇട്ടുകൊണ്ട് ലക്ഷ്മിയുടെ നേരെ നോട്ടം എറിഞ്ഞു. അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ എന്ന വണ്ണം. തിരുമേനി, എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. തെറ്റാണെങ്കിൽ അങ്ങ് പൊറുക്കണം. ബഹുമാനത്തോടുകൂടി ലക്ഷ്മി പറഞ്ഞു തുടങ്ങി. പാർവതി വീട്ടിൽ വന്നപ്പോൾ തൊട്ട്
തലേ ദിവസം രാത്രിയിൽ അവൾക്കുണ്ടായ അനുഭവങ്ങൾ വരെ തിരുമേനിയെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അവരിലെ ഭീതിയും ഭയവും ആ മുഖത്ത് വ്യക്തമായി കാണുവാൻ കഴിഞ്ഞിരുന്നു. എന്താണ് തിരുമേനി ഇതിൻ്റെയൊക്കെ അർത്ഥം? പാർവതി മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളം പറയുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. രാത്രിയിൽ അവളെ നന്ദനയുടെ കുഴിമാടത്തിന് മുകളിൽ കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചുപോയി. ലക്ഷ്മി കാര്യങ്ങൾ മുഴുവൻ വിവരിക്കുമ്പോഴും പത്മനാഭൻ ഒരക്ഷരം പോലും മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരുന്നു. നന്ദനമോള് പോയേ പിന്നെ ഒരു മനസ്സമാധാനവും ഇല്ല തിരുമേനി. ഭദ്രനാണെങ്കിൽ പുതിയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കീറാൻ വരുന്ന ഭാവമാണ്. അവൻ്റേത് വിശേഷപ്പെട്ട ഒരു പാപജാതകമായതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ ആലോചനകൾ നോക്കി. ഇതുവരെ അവന് പറ്റിയ പാപജാതകക്കാരെ കണ്ടുകിട്ടിയിട്ടില്ല. തൻ്റെ ആവലാതികൾ ദേവിയുടെ മുൻപിലിരുന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞു തീർക്കുമ്പോൾ അവൾ കരച്ചിലുകളെ സ്വയം നിയന്ത്രിക്കുവാനായി ശ്രമിച്ചു. എങ്കിലും പലപ്പോഴും അതിന് സാധിക്കാനാവാതെ വിതുമ്പി പൊട്ടി. കഴിഞ്ഞുവോ? അത്രയും നേരം ലക്ഷ്മിയെ കേട്ടുകൊണ്ടിരുന്ന തിരുമേനി അവരുടെ നിശബ്ദതകൾക്ക് തടയിട്ടുകൊണ്ട് മുഴങ്ങുന്ന ശബ്ദത്തിൽ ആരാഞ്ഞു. അവർ പതിയെ തലയാട്ടിക്കാട്ടി. പാർവതിയുടെ മനസ്സിൻ്റെ തോന്നലുകളായിരിക്കും ലക്ഷ്മി അതൊക്കെ. അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ആദി കയറ്റണ്ട. മുൻപിലിരിക്കുന്ന ആരൂഢത്തിൽ ഒരാത്മാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞുവെങ്കിലും അത് വകവയ്ക്കാതെ തിരുമേനി വളരെ ശാന്തമായി പറഞ്ഞു. പക്ഷേ ആ കുട്ടി അങ്ങനെ, അവക്ക് നന്ദനയെ നേരിട്ട് പരിചയം പോലും ഇല്ലല്ലോ, പിന്നെങ്ങനെയാ? അവർ സംശയം കൊണ്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ ദോഷം വരുന്ന ഒരു ശക്തിയും ചെമ്പകശ്ശേരി തറവാടിലില്ല ലക്ഷ്മി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു ഉറപ്പ് കൊടുക്കുന്നത് പോലെ അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മിയുടെ മനസ്സ് സന്തോഷത്താൽ തുള്ളിച്ചാടി. അതുമാത്രമല്ല, ഭദ്രന്മാരുടെ സകല ദുഃഖങ്ങൾക്ക് അറുതി വരുവാൻ സമയമായിരിക്കുന്നു. അതായത് അയാൾക്കൊരു രണ്ടാം കെട്ടിന് നേരമായി എന്നർത്ഥം. പൊണന്നനെ തിരുമേനി സന്തോഷത്തോടുകൂടി അറിയിച്ചപ്പോഴേക്കും ലക്ഷ്മിയും കൃഷ്ണനും അത്ഭുതത്തോടുകൂടി പരസ്പരം നോക്കിയിരുന്നു. പക്ഷെ തിരുമേനി, അവൻ്റെ പാപജാതകം, അങ്ങനെ പാപസാമ്യമുള്ള പെൺകുട്ടിയെ എവിടുന്ന് കണ്ടുപിടിക്കും? ദേവികീതയുള്ള മേൽപ്പത്തൂരിൻ്റെ വാക്കുകളെ തള്ളിക്കളയാനാവാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുവെങ്കിലും ലക്ഷ്മിയുടെ സംശയങ്ങൾ അവരിൽ നിന്നും അറിയാതെ പുറത്തേക്ക് തെറിച്ചു. സമയമായാൽ നമ്മുടെ അടുത്തേക്ക് അത് തനിയെ വന്നോളൂ ലക്ഷ്മി. ഇക്കാര്യത്തിൽ ഇനിയൊരു ചിന്ത വേണ്ട. അദ്ദേഹം കട്ടായം പറഞ്ഞപ്പോൾ കാറൊഴിഞ്ഞ മേഘം പോലെയായി അവരുടെ മനസ്സും. കൃഷ്ണൻ നായരെ, ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഭദ്രൻ്റെ അതേ പാപസാമ്യമുള്ള ജാതകമാണ് നിങ്ങളുടെ കൊച്ചുമകൾ പാർവതിയുടെയും. രണ്ടുപേരുടെ എഴുതിയത് ഞാനായതുകൊണ്ട് പറയുകയാണ്. ഇത്രയും പൊരുത്തമുള്ളത് നിങ്ങൾക്കിനി വേറെ കാണാൻ കിട്ടില്ല. അതും ലക്ഷത്തിലൊരാൾക്ക് മാത്രമേ അതുപോലെയുള്ള ജാതകം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ വയസ്സും പ്രായവും കണക്കിലെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവരെ ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചൂടെ? തിരുമേനിയുടെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ കൃഷ്ണൻ്റെ മനസ്സിൽ മിന്നൽ പിടറുകൾ സൃഷ്ടിച്ചു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അത് കേട്ട ലക്ഷ്മിക്കും. ഭദ്രൻ നല്ലവനാണ്, അതുപോലെ തന്നെ സ്വഭാവമഹിമ ഉള്ളവനും. ഭദ്രനെ പോലെ ഒരു യുവാവിനെ കിട്ടാൻ ഏത് മാതാപിതാക്കളും കൊതിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. തൻ്റെ കൊച്ചുമകൾക്ക് ഏകദേശം 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ഭദ്രനാണെങ്കിൽ ഇപ്പോൾ തന്നെ വയസ്സ് 30 കഴിഞ്ഞു. അതുമാത്രമല്ല, എത്രയൊക്കെയാണെങ്കിലും രണ്ടാം കെട്ടുകാരന്. വിമല ഇതറിയുമ്പോൾ എന്തൊക്കെ പുലിവാലുകളാകുമോ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് അയാൾക്കൊരു ഊഹവും ഇല്ലായിരുന്നു. എന്താണ് കൃഷ്ണൻ നായരെ ആലോചിക്കുന്നത്? ഒരു രണ്ടാം കെട്ടുകാരൻ എന്ന വിശേഷണം മാറ്റി നിർത്തിയാൽ ഭദ്രൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇത്രയും വിശേഷപ്പെട്ട പാപസാമ്യങ്ങളുള്ള പൊരുത്തങ്ങളുള്ള 2 ജാതകങ്ങൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ബൈ ബൈ.